വിത്ത് ട്രിവേന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാത്രമല്ല, ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി ഉണ്ട്. നമ്മൾ എല്ലാരും കൂടെ ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ ഔട്ടിങ്. ശനിയാഴ്ച അല്ലേ, നാളെ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാം. അതുകൊണ്ട് ഇന്ന് എല്ലാരും കൂടെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാം. നമ്മള് ഞായറാഴ്ചയാണ് കറങ്ങാൻ പോകുന്നത്, പക്ഷെ ഇപ്രാവശ്യം നമ്മളത് ശനിയാഴ്ചത്തേക്കിലായി. ശനിയാഴ്ച ഈവനിങ് കറങ്ങാം, ഞായറാഴ്ച റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അതെ, പോകുന്ന വഴി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, തിരുവനന്തപുരത്തോട്ട് തന്നെ എല്ലാ പ്രാവശ്യത്തെ യാത്ര. അതേപോലെ ഇപ്പോഴും ഇറങ്ങി അവിടെ തിരുവനന്തപുരം എത്തുമ്പോ എവിടെ പോകാൻ തോന്നുന്നു അവിടെ പോകും. അതാണ് നമ്മുടെ ശീലം. നാണം വരും. ഒരു ദിവസം ഇല്ലാത്ത കണക്കാണ് ഇന്ന് പോകുന്ന വഴി ബ്ലോക്ക്. കുറേ നേരമായി വണ്ടി ഇങ്ങനെ തന്നെ നിൽക്കും, അനങ്ങുന്നില്ല. എനിക്കൊന്ന് വീക്കെൻഡൊക്കെ അല്ലേ, അതായിരിക്കും. ഇറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പം ദാ കിടക്കുന്ന മഴ, ചാറ്റൽ. നല്ല മഴയില്ല. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ഫോഴ്സിന് പെയ്യുന്നുണ്ട് കേട്ടോ, ചെറിയ മഴയൊന്നും അല്ല. ഇന്നെന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇനി ശനിയാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും, വൈകുന്നേരം സമയമല്ലേ, എല്ലാവരും കറങ്ങാനൊക്കെ ഇറങ്ങുന്ന ടൈമായതുകൊണ്ട് കുറേ ബ്ലോക്കിൽ പെട്ട് ഒരുപാട് നേരം കിടന്നു. നമ്മളങ്ങനെ വിഴിഞ്ഞത്ത് ഫുഡ് കഴിക്കാനെത്തി. നമ്മൾ സ്ഥിരം വരുന്ന ഹോട്ടലിൽ തന്നെ മെനങ്ങാന്ന് വന്നായിരുന്നു. ഇന്നിപ്പോൾ അടുത്ത വീണ്ടും ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട്. ഒരാളെന്തി അങ്ങനെ നല്ല ഫാമിലി ഉണ്ട്. എല്ലാവരുമായിട്ട് ഇന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഒരു ഫുഡ് അടി. കഴിഞ്ഞതിന് കാണിച്ചില്ലേ നമ്മൾ അൽമാസ്, അവിടെ നല്ല ഫുഡാണ്. അപ്പോൾ അവിടെ തന്നെയാണ് വന്നത്. പിള്ളേരും ഉണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ആ കടയിലെത്തിയിരിക്കുകയാണ്. ഇന്നെന്താ കഴിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ മീൻ അമൂറുണ്ട്, ചെമ്പല്ലി ഉണ്ട്. ഇന്ന് നമ്മളെ ആള് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഒരു വലിയ മീനുണ്ട്. അപ്പം നമ്മൾ ഈ മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏതാ ബ്രോ മീൻ? വിളമീൻ. അങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് കുറേ നേരമായി, കിട്ടാത്തതിൻ്റെ ഒരു സങ്കടമാണ്. അവനവിടെ കാത്തിരിക്കുകയാണ്. വലിയ മീനായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഫൈനലി അങ്ങനെ ഭക്ഷണം ഏതാണ്ട് കിട്ടാറായി. പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം വലിയ മീനാണ് നമ്മൾ ഓർഡർ എടുത്തത്. അപ്പം കുറച്ച് ടൈം എടുക്കും അത് റെഡിയായി വരാൻ. അതും ഫ്രൈ അല്ല, ഗ്രിൽഡാണ്. കാത്തിരിപ്പാണ് ഗൈസ്, വൻ കാത്തിരിപ്പാണ്. ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല. നമ്മളെടുത്ത മീൻ കുറച്ച് ചെറുതായതുകൊണ്ട് ഫ്രൈ ആക്കി എടുക്കാൻ നല്ല സമയമെടുക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്, വല്ലാത്ത വെയിറ്റിങ്ങിലാണ്. ഫൈനലി മീൻ എത്തിയില്ലെങ്കിലും പൊറോട്ടയും അപ്പവും എത്തിയിരിക്കുകയാണ്. അവന് തീരെ ക്ഷമയില്ല കേട്ടോ. ഏകദേശം 9 മണിയൊക്കെ ആയി. അവൻ വിശന്ന് കരിഞ്ഞിരിക്കുകയായിരുന്നു. അവന് മീനൊന്നും വരാൻ വെയിറ്റ് ചെയ്തില്ല. നേരെ ഒരു പൊറോട്ട ഇട്ട് മീൻകറിയൊക്കെ ഒഴിച്ച് സാറ് തന്നെ വാരിത്തിറ്റൊക്കെ തുടങ്ങി. അവൻ്റെ മുഖം കണ്ടു അറിയാം, അവൻ നല്ല കടുത്ത വിശപ്പിരിക്കുകയായിരുന്നു. ദാങ്കുട്ടൻ പൊറോട്ടയുമായുള്ള മൽപ്പിടുത്തത്തിലാണ്. ദാങ്കുട്ടൻ ജയിച്ചിരിക്കുന്നു. മീൻചാറിലൊക്കെ മുക്കി അടിക്കുന്ന അടിയണ്ട ചെറുകൈ. എല്ലാം കൂടെ അവൻ്റെ വായിപ്പോൻ ചാൻസ് ഒന്നുമില്ല. ചെറുതായിട്ടൊന്ന് ടീഷർട്ടിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ താരമെത്തി, മീനെത്തി. ഇനി അറ്റാക്ക്. നമ്മുടെ മീനെത്തി. എല്ലാവരും കൂടെ ആത്മാർത്ഥമായിരിക്കുകയാണ് തകർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മീനൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന്. സൂപ്പർ. ഇപ്പോഴത്തെ നമ്മൾ അടിപൊളിയാണ്. ഇപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് മീൻ കഴിക്കുകയാണ്. അപ്പോൾ
എല്ലാവരും കഴിക്കട്ടെ, പിന്നെ കാണാം. ഗൈസ്, ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടികളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നമ്മൾ കല്യാണത്തിനൊക്കെ കണ്ടിട്ടില്ലേ ആൾക്കാർ ഈ ക്യാമറ അടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ തൊട്ട് ജസ്റ്റ് വായിൽ വയ്ക്കും. അങ്ങനെ അതാണ് സംഭവം. ഇത്ര നേരം ഒന്ന് ഭയങ്കര കീറായിരുന്നു ഇവിടെ ഇരുന്ന്. ഇപ്പോൾ ക്യാമറ വന്നപ്പോഴത്തേക്കും ആൾ ഡീസൻ്റായി. അപ്പം നമ്മുടെ ഈ ആഴ്ചത്തെ പരിപാടികളും ഇവിടെ തീർന്നു. ഇനി നമുക്ക് കണ്ടില്ലേ, വിഴിഞ്ഞം പോർട്ടാണ് അതാണ് വിഴിഞ്ഞം പോർട്ട് വരുന്നത്. അതവിടെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അൽമാസിൽ നമ്മൾ ഇറങ്ങാൻ പോകണം. അപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബറിനെ കൂടെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നോട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു ഇല്ലേ? അപ്പോൾ ഇന്നോട്ട് അപ്പോൾ എല്ലാവരും കൂടെ ചെയ്യിപ്പിക്കണം. അറിയാവുന്നവരെ കൊണ്ടുപോയി എല്ലാവരും അയച്ചു കൊടുക്കും ഇല്ലേ? അപ്പോൾ നിങ്ങൾ അൽമാസിൽ വിഴിഞ്ഞത്ത് വന്നാൽ അൽമാസിൽ വരിക. നമ്മൾ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നമ്മൾ സ്ഥിരം വരുന്നതാണ്, നമ്മുടെ സ്വന്തം കാക്കാടെ കടയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് വിശ്വാസമായിട്ട് ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാറ്റി വയ്ക്കും. നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം ലേറ്റായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുഡ് മാറ്റി വയ്ക്കും ഇല്ലേ? മാറ്റി വയ്ക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരും. ഞാനെപ്പോഴും ഇവിടെ വന്നിട്ട് ഗ്രില്ലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക ഇല്ലേ? അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം അല്ലേ? അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഗൈസ്, നമ്മൾ അൽമാസിൽ വീണ്ടും വന്നു. അൽമാസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ പള്ളിയുടെ റൂട്ടിൽ വരുവാന്നുണ്ടെങ്കിൽ നമ്മുടെ പള്ളി കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് അൽമാസ്. നിങ്ങൾ അവിടെ നിന്ന് നമ്മൾ വിഴിഞ്ഞം അല്ലാതെ ജംഗ്ഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കയറി നിങ്ങൾ നേരെ അവിടെ ഒരു പള്ളി ഉണ്ടാവും. ആ പള്ളി കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ അൽമാസാണ്. ഉസ്താദ് ഹോട്ടൽ ഉണ്ട്, തൊട്ടപ്പുറത്ത് ഉസ്താദ് ഹോട്ടലുണ്ട്. അത് കഴിഞ്ഞ് നേരെ നിങ്ങൾക്ക് അൽമാസിലെത്തും. ഇതാണ് അൽമാസ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ച് ഇനി അടുത്ത പോകാൻ പ്ലാൻ എന്ന് പറഞ്ഞത് എനിക്ക് ലുലുമാളിൽ പോകണമെന്നായിരുന്നു. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ലുലുമാളിൽ കയറാൻ പറ്റിയില്ല. അവിടെ പറഞ്ഞില്ലേ ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് കയറാനും പറ്റിയില്ല. പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന പ്ലാൻ ആയതുകൊണ്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നേരെ ഇങ്ങ് വന്ന് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ലുലുമാളിൽ കയറാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ലുലുമാളെത്തിയത് കോമഡിയാണ്. 10:30 മണിക്കാണ് നമ്മൾ ലുലുമാളെത്തിയത്. അവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ക്ലോസ് ആയി. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോവുകയാണ്. അവിടെ എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാ കടകളും അടച്ചു. കാരണം ഇപ്പോൾ തന്നെ മണി 10-10:45 ആവാറായി. നേരത്തെ കയറിയ ആൾക്കാർ കുറച്ച് പേരുണ്ട്. പുതിയതായിട്ട് അങ്ങനെ ഒരുപാട് പേരൊന്നും വരുന്നില്ല, ഒന്നുമില്ല. എന്നാലും നമ്മളിങ്ങനെ കയറിയതിൻ്റെ പേരിൽ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെ പോകണം. അമ്മയ്ക്ക് എസ്കലേറ്റർ പേടിയാണ്. അതുകൊണ്ട് അമ്മ നമ്മളെക്കാളും മുമ്പേ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിയിട്ട് അവിടെ കാത്ത് നിൽക്കുകയാണ്. ഗൈസ്, അത് പ്രതിമയല്ല, അത് മനുഷ്യനാണ്. ഇതൊക്കെ പ്രതിമയാണ്. പുള്ളി അവിടെ ചെടി നട്ട് പിടിപ്പിക്കുന്ന പരിപാടിയിലാണ്. പ്ലാസ്റ്റിക് ചെടി നമ്മളിപ്പം ലുലുവിൽ ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും. ദീമ ധൈര്യപൂർവ്വം കയറിയിരിക്കുകയാണ്. അമ്മ കയറി. അമ്മയ്ക്ക് നേരത്തെ പേടിയായിരുന്നു, അമ്മ കയറി. ഇവരെയൊക്കെ കൊണ്ട് ഈ എല്ലാം അടച്ചു പൂട്ടുന്ന ടൈമിൽ വരുന്നതാണ് നല്ലത്. അല്ലാതെ ഇവരെങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ കിട്ടത്തില്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടും. ഇതാകുമ്പോൾ ഇങ്ങനെ അത്യാവശ്യം കാലിയായി കിടക്കുന്നതുകൊണ്ട് എവിടെ പോയാലും കിട്ടും. മര്യാദയ്ക്ക് ശംഖുമുഖത്ത് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ദീമയ്ക്ക് ഇവിടെ വന്ന് വായി നോക്കാനാണ് താല്പര്യം. ഇപ്പോൾ ശംഖുമുഖം പോകാതെ ശംഖുമുഖത്ത് പോയി നല്ല കാറ്റുള്ളതെന്ന് പറഞ്ഞത് കേൾക്കാതെ ലുലുവിൽ വന്ന് അടച്ചു കിടക്കുന്ന കടകൾ കണ്ട് ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ചൊന്നും മേടിക്കുന്നില്ല. അവനെ എടുത്തോണ്ട് നടക്കാൻ വയ്യാത്തോണ്ട് ഒരു ട്രോളിക്കകത്ത് കയറ്റിയിട്ട് കറങ്ങുക. അരമണിക്കൂർ ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് മേടിച്ച സാധനമാണ്. അരമണിക്കൂർ ഇവിടെ കിടന്ന് കറങ്ങി എല്ലാം മേടിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. പിക്കിൾസ് ഉള്ള സ്ഥലം, പിക്കിൾസ്. എപ്പോൾ വന്നാലും മേടിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. ഗ്രീൻ ആപ്പിൾ, ഇതെല്ലാം എപ്പോഴും മേടിക്കും. ഗ്രീൻ ആപ്പിൾ നമ്മൾ മേടിക്കുന്നത് വെച്ച്, പക്ഷേ ഗ്രീൻ ആപ്പിളൊക്കെ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് പുള്ളി വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു അത് ഇപ്പോൾ മേടിക്കണ്ട, നിങ്ങൾക്കത് പിന്നെ കൊണ്ട് കഴിക്കാനാണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ ഇപ്പോൾ കഴിക്കാനത് ശരിയാവില്ല.
അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും ഐറ്റം നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, തുർക്കി ഇത് അതാണല്ലേ, അതെടുക്കാവോ? ഏതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം? ബ്ലാക്ക്ബെറി. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇതെല്ലാം ഒന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം കൊള്ളാമെങ്കിൽ കുറച്ചുകൂടി വരും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കിട്ടിയാൽ കൊള്ളാം. സാധാരണ ഒരു അടുത്ത പ്രാവശ്യം വരുമ്പോൾ പൊതുവേ അടുത്ത ഉണ്ടാവില്ല ഇല്ലേ, അടുത്ത സാധനങ്ങളാവും ഉണ്ടാക്കുന്നത്. റോസാ, ഇത് നല്ല റോസിൻ്റെ പനിനീർ റോസ്. പനിനീർ റോസിൻ്റെ ഇത് തുർക്കിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കണ്ടില്ലേ, ഇത് നമ്മുടെ പനിനീർ റോസ്. കൊള്ളാം. ബ്ലാക്ക്ബെറി ആണ് അല്ലേ, വലിയ പീസും ഉണ്ട് അതിനകത്ത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളിത് രണ്ടും മേടിച്ചു, ബ്ലാക്ക്ബെറിയും റോസും. നമ്മൾ രണ്ടുപേരും മറ്റേ ഇത് നമ്മൾ ഈ ബ്ലാക്ക്ബെറിയും റോസും എടുത്തുകൊണ്ട് അവർക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എടുക്കാത്ത സാധനം മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കൊടുക്കുന്നത്. കുറേ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെയുള്ള പിക്കിൾസ് എല്ലാം കുറേശ്ശെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റൈലായിട്ടുള്ള ഇത് ഈ മാങ്ങ, ഉണക്ക മാങ്ങ അച്ചാറാണ് സംഭവം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടാക്കിയതാണ്. കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിക്കിൾ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് മുന്നേ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പറയുമ്പോഴേ ഉള്ളൂ അടിപൊളി സംഭവം. അങ്ങനെ അച്ചാറ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം അവൻ വണ്ടി ഉണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടുത്തെ പരിപാടികളൊക്കെ തീർന്നിട്ട് ഇനി അടുത്ത വീട്ടിലോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. കുറേ ടൈമായി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈവനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ സമയം ഒത്തിരി ലേറ്റായി, 12 മണിയായി. അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.